അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ പ്രിയപ്പെട്ട ഉസ്താദുമാർ, കൂട്ടുകാർ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അസ്അദുൽ അയ്യാം, ഏറ്റവും സന്തോഷകരമായ ദിനം. തസവ്വജ അബ്ദുല്ലാഹിബിനു അബ്ദുൽ മുത്തലിബ് അൽ ഹാഷിമി, ഹാഷിം വംശക്കാരനായ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുള്ള വിവാഹം കഴിച്ചു. അഥവാ അക്റമു ഫതൻ മിൻ ഖുറൈശ്, ഖുറൈശികളിൽ ഏറ്റവും ആദരണീയനായ യുവാവ് വിവാഹം ചെയ്തു. ബി ആമിനത്ത ബിൻതി വഹബി സഹ്രിയ, ബനു സഹ്റ ഗോത്രക്കാരിയായ വഹബിൻ്റെ മകൾ ആമിനയെ വിവാഹം ചെയ്തു. അഥവാ അക്രമി ഫതാത്തിൻ മിൻ ഖുറൈശ്, ഖുറൈശികളിൽ ഏറ്റവും ആദരണീയയായ യുവതിയെ വിവാഹം ചെയ്തു. ഫഹമലത് മിൻഹു, അങ്ങനെ ആമിന ബീവി അബ്ദുള്ളയിൽ നിന്ന് ഗർഭം ധരിച്ചു. ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിനെ ഗർഭം ധരിച്ചു. ഫബഅദൽ ഹംലി ബി ഷഹ്റൈൻ, ഗർഭം ധരിച്ച് 2 മാസം കഴിഞ്ഞതിന് ശേഷം തൂഫിയ അബ്ദുള്ള, മുത്തുനബിയുടെ പിതാവ് അബ്ദുള്ള വഫാത്തായി. ബിൽ മദീന, മദീനയിൽ വെച്ച്. ഐന്ദ അഖ്വാലി അബീഹി മിൻ ബനിൻ നജ്ജാർ, ബനുൻ നജ്ജാർ ഗോത്രക്കാരിൽപ്പെട്ട തൻ്റെ പിതാവിൻ്റെ മാതൃ സഹോദരങ്ങളുടെ അടുക്കൽ വെച്ചാണ് അദ്ദേഹം വഫാത്തായത്. വക്കാന ദാലിക ഐന്ദ ഔബത്തിഹി മിനശ്ശാം ബി തിജാറത്തിഹി, ഈ വഫാത്ത് അദ്ദേഹം ഷാമിൽ നിന്ന് തൻ്റെ കച്ചവട ചരക്കുമായിട്ട് മടങ്ങി വരുന്ന സമയത്തായിരുന്നു. ആ സമയത്ത് അദ്ദേഹം രോഗിയാവുകയും അങ്ങനെ തൻ്റെ പിതാവിൻ്റെ മാതൃ സഹോദരങ്ങളെ അടുക്കൽ താമസിക്കുകയും അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയുമാണ് ഉണ്ടായത്. ആ സമയത്ത് അദ്ദേഹത്തിന് 25 വയസ്സ് മാത്രമാണ് പ്രായമുണ്ടായിരുന്നത്. വതഖദ്ദമത്ത് ബി ആമിന, ആമിന ബീവിക്ക് പുരോഗതി പ്രാപിച്ചു. അഷ്ഹുറുൽ ഹംല്, ഗർഭത്തിൻ്റെ മാസങ്ങൾ പുരോഗതി പ്രാപിച്ചു. അങ്ങനെ ഫലമ്മ തമ്മത്ത് തിസ്അത്തു അഷ്ഹുരിൻ, 9 മാസം പൂർണ്ണമായപ്പോൾ വളഅത്തുഹു, ആമിന ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിച്ചു. സബീഹത്ത യൗമിൽ ഇസ്നൈനി സാനി അഷറ മിൻ റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസം 12 തിങ്കളാഴ്ച ദിവസം പ്രഭാത സമയത്ത് മുത്തുനബിയെ പ്രസവിച്ചു. ഇത് ബഅദ 50 യൗമൻ മിൻ ഹാദിസത്തിൽ ഫീൽ, ആനക്കല സംഭവത്തിൻ്റെ 50 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു. വലി 20 മിൻ നൈസാൻ സനത്ത 571 മിൻ മീലാദി അൽ മസീഹി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനനം മുതൽക്കുള്ള വർഷം, അതാണല്ലോ ക്രിസ്താബ്ദം. ക്രിസ്താബ്ദം 571 ഏപ്രിൽ 20-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത്. വലി 40 സന മിൻ മലിക്കി കിസ്ര അനൂശർവാൻ, കിസ്ര ചക്രവർത്തി അനൂശർവാൻ്റെ ഭരണം മുതൽക്ക് 40 വർഷമായപ്പോൾ മുത്തുനബി ജനിച്ചു. വലി ഇസ്നത്തൈനി വ സമാനീന വ സമാനിമിയത്തിൻ മിൻ വഫാത്തി ദിൽഖർനൈനി സാനി, 2-ാം അലക്സാണ്ടർ മരിച്ചത് മുതൽക്ക് 882-ാമത്തെ വർഷം മുത്തുനബി ജനിച്ചു. അന്ന് ഹിജ്റ വർഷം ആരംഭിച്ചിട്ടില്ലല്ലോ.
അതുകൊണ്ട് ഇത്തരം സംഭവങ്ങളായിരുന്നു ഡേറ്റ് കണക്കാക്കാൻ വേണ്ടി അവർ ഉപയോഗപ്പെടുത്തിയിരുന്നത്. വഹാദൽ യൗമു അസ്അദുൽ അയ്യാം, ഈ ദിനം ഏറ്റവും സന്തോഷകരമായ ദിനമാണ്. കാരണം ഫഖദ് മന്നല്ലാഹു തആല ഫീഹി, ഈ ദിവസത്തിൽ അല്ലാഹു തആല അനുഗ്രഹിച്ചിരിക്കുന്നു. ബി അഅളമി നിഅമത്തിൻ മിൻഹു, ഏറ്റവും വലിയ അനുഗ്രഹം കൊണ്ട്, അലൽ ആലമീൻ, ലോകർക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ചെയ്ത ദിവസമാണ് ഈ ദിവസം. ഏതാണ്? വഹുവ, അത്, ആ ഏറ്റവും വലിയ അനുഗ്രഹം വിലാദത്തു നബിയ്യിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനമാണ്. അസ്റഫിൽ മഖ്ലൂഖീൻ, സൃഷ്ടികളിൽ അത്യുത്തമനായ, വസയ്യിദുൽ അംബിയാഇ വൽ മുർസലീൻ, അംബിയാക്കളുടെയും മുർസലീങ്ങളുടെയും നേതാവായ, വഹബീബി റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കനിയായ, വഖാതിമിൻ നബിയ്യീന അജ്മഈൻ, സർവ പ്രവാചകന്മാരുടെയും അവസാനത്തെ കണ്ണിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനമായിരുന്നു ആ അനുഗ്രഹം. ഫലിദാലിക്, ഇക്കാരണത്താൽ യഹ്തഫിറുൽ മുസ്ലിമൂന ബിഹാദൽ യൗം, ഈ ദിവസം കൊണ്ട് മുസ്ലിമീങ്ങളൊക്കെ ആഘോഷിക്കുന്നു. അൽ മുബാറക്, ഈ അനുഗ്രഹീതമായ ദിവസം കൊണ്ട്, ഫി ജമീൽ അഖ്താർ, എല്ലാ രാജ്യങ്ങളിലും. യദ്കുറൂന മനാഖിബഹു, അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗുണഗണങ്ങൾ പറയുന്നു. വയൻസുദൂന മദാഹിഹു, റസൂലുള്ളാഹി തങ്ങളുടെ പ്രശംസകൾ അവർ പാടുന്നു. വയഖറഊന സീറത്തഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രം അവർ പാരായണം ചെയ്യുന്നു. വയൻസുറൂന സുന്നത്തഹു, മുത്തുനബിയുടെ ജീവിതചര്യ അവർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. കമാ യുക്സിറൂന ഫീഹി സ്വലാത്ത് അല നബി, അപ്രകാരം തന്നെ ഈ ദിവസത്തിൽ മുത്തുനബിയുടെ മേലുള്ള സ്വലാത്ത് അവർ വർദ്ധിപ്പിക്കുന്നു. വഅല അത്റത്തിഹി, അവിടുത്തെ കുടുംബത്തിൻ്റെ മേലിലും. വത്തസദ്ദുഖ അല അഹ്ലിൽ ഖൈർ, നന്മയുടെയും വൽഹാജ, ആവശ്യക്കാരുമായ ആളുകൾക്ക് അവർ ധർമ്മം ചെയ്യലിനെ വർദ്ധിപ്പിക്കുന്നു. മിൻ ഉമ്മത്തിഹി, മുത്തുനബിയുടെ സമുദായത്തിൽപ്പെട്ട. ദാക്കിരീന ലിഹാദിഹി റഹ്മ, ഈ അനുഗ്രഹത്തെ സ്മരിച്ചവരായിട്ട്. ഷാക്കിരീന വശാക്കിരീന അല ഹാദിഹി നിഅമ, ഈ അനുഗ്രഹത്തിൻ്റെ മേൽ നന്ദി രേഖപ്പെടുത്തുന്നവരായിട്ട്. ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വ അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, എന്നാൽ റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് ഫഹദ്ദിസ്, അവർ തങ്ങൾ പറയണം. റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് തങ്ങൾ പറയണമെന്ന് മുത്തുനബിയോട് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിലൂടെ കൽപ്പിക്കുകയാണ്. വഅയ്യു നിഅമത്തിൻ അഹഖു ബിദ്ദിക്ർ, ഈ ഒരു കൽപ്പന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണെങ്കിലും ലോകത്തുള്ള എല്ലാവർക്കും ഈ കൽപ്പന ബാധകമാണ്. അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ എടുത്ത് നാം പറയണം. വഅയ്യു നിഅമത്തിൻ അഹഖു ബിദ്ദിക്ർ, എടുത്തു പറയാൻ അർഹതപ്പെട്ട ഏത് നിഅമത്താണുള്ളത്. വഅജ്ദറു ബിശുക്ർ, നന്ദി രേഖപ്പെടുത്താൻ അവകാശപ്പെട്ട ഏത് അനുഗ്രഹമാണുള്ളത്. മിൻ വിലായത്തി നബിയിൻ ബുഇസ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിനാകമാനം അനുഗ്രഹമായിട്ട് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ്റെ ജനനത്തേക്കാൾ എടുത്തു പറയാൻ ബന്ധപ്പെട്ട ഏത് അനുഗ്രഹമാണുള്ളത്? അങ്ങനെ ഒരനുഗ്രഹം ഇല്ല. ഫശുക്രൻ അല ഹാദിഹി നിഅമത്തിൽ ഉൾമ, ഈ മഹത്തായ അനുഗ്രഹത്തിൻ്റെ മേൽ നന്ദിയായിട്ട്. ശുരിയ സിയാമു ഫി യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച ദിവസം നോമ്പ് നിയമമാക്കപ്പെട്ടു. ഫഖദ് റവാ മുസ്ലിമുൻ അൻ അബി ഖതാദത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു, അബൂ ഖതാദത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുഇല,
മുത്തുനബിയോട് ചോദിക്കപ്പെട്ടു അൻ സോമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച നോമ്പിനെക്കുറിച്ച്. ഫക്കാല, അവിടുന്ന് പറഞ്ഞു, ഫീഹി ബുലിത്തു വഫീഹി ഉൻസില അലയ്യ, ആ ദിവസത്തിലാണ് എനിക്ക് ജന്മമുണ്ടായത്, ആ ദിവസത്തിൽ തന്നെയാണ് എൻ്റെ മേൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ മുത്തുനബിയുടെ ജനനം കാരണം, പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ അവതരിച്ചത് കാരണം തിങ്കളാഴ്ച നോമ്പ് നിയമമാക്കപ്പെട്ടു. കമാ ശുരിയത്തിൽ ജുമുഅ, ജുമുഅ നിസ്കാരം നിയമമാക്കപ്പെട്ടത് പ്രകാരം ഫി യൗമിൻ ഖുലിഖ ഫീഹി അബുൽ ബശർ ആദം അലൈഹിസ്സലാം, അബുൽ ബശർ ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ട ദിവസത്തിൽ ജുമുഅ നിയമമാക്കപ്പെട്ടത് പ്രകാരം ഫഖദ് റവാ മുസ്ലിമുൻ അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, അൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ, സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത? ഫീഹി ഖുലിഖ ആദം, ആ ദിവസത്തിലാണ് ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. വഫീഹി ഉദ്ഖിലൽ ജന്ന, ആ ദിവസത്തിൽ തന്നെയാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടും ഉള്ളത്. വഫീഹി ഉഖ്രിജ മിൻഹ, ആ ദിവസത്തിൽ തന്നെയാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് ആനയിക്കപ്പെട്ടതും. വലാ തഖൂമുസ്സാഅ, ഖിയാമനാൾ ഉണ്ടാവുകയില്ല, ഇല്ലാ ഫി യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം അല്ലാതെ. ഇങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉള്ളതുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം ജുമുഅ നിസ്കാരം നിയമമാക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന ദിവസത്തിൻ്റെ മഹത്വമുണ്ട്. അത് നാം സന്തോഷിക്കേണ്ട ദിവസമാണ്. അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് സന്തോഷിക്കുന്നവരിൽ, അവിടുത്തെ മദ്ഹുകൾ പറയുകയും പാടുകയും ചെയ്യുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.